ഇന്ന് ഞാൻ എൻ്റെ കിച്ചൺ വന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ആ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ മാസത്തിലൊരിക്കൽ എൻ്റെ കിച്ചൺ വന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാറുണ്ട്. എന്ന് നമ്മൾ ക്ലീൻ ചെയ്യുന്നു എങ്കിലും മാസത്തിലൊരിക്കൽ ഇങ്ങനെ എല്ലാ തിങ്സും എടുത്ത് മാറ്റി കഴുകി തുടച്ച് ബോട്ടിലുകളെല്ലാം കഴുകി തുടച്ച് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും ഒരു സന്തോഷമായിരിക്കും. ആ കിച്ചനെ കാണാനും വളരെ ഭംഗിയായിരിക്കും. ചില സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി അറേഞ്ച്മെൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്തോ ഒരു പുതിയ കിച്ചണിലോട്ട് വന്ന ഒരു ഫീലിങ്സ് ഉണ്ടാകും. ഈ അനുഭവങ്ങൾക്കൊക്കെ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. എല്ലാം ഇങ്ങനെ കഴുകി തുടച്ച് ബോട്ടിലെല്ലാം മാറ്റി വയ്ക്കുകയാണ്. ഈ മാസം ഞാൻ തിങ്സ് ഒന്നും വാങ്ങിക്കാൻ ഇതുവരേക്കും പോയില്ല. കാരണം ഡീപ്പ് ക്ലീൻ ചെയ്യാനെന്ന് ഫസ്റ്റേ തീരുമാനിച്ചതാണ്. അപ്പം എല്ലാം തീരുമാനിച്ചത് കൊണ്ട് തിങ്സൊക്കെ പിന്നീട് വാങ്ങിക്കാമെന്ന് കരുതി. ഈ ജനലിലൊക്കെ ഭയങ്കര ഡസ്റ്റായിരിക്കും. കാരണം പുറത്ത് ഇവിടെയല്ലേ ഗ്യാസ് അടുപ്പിരിക്കണത്. അപ്പം ആ ഓയിലൊക്കെ ചില ടൈമുകളിൽ ജനലിലായാൽ അതിൽ വന്ന് ഡസ്റ്റ് അടിയുമ്പോൾ ആ അഴുക്കൊക്കെ ക്ലീൻ ചെയ്യാൻ കുറച്ച് കഷ്ടമായിരിക്കും. പിന്നെ രാവിലെ മുതൽ 9 മണിക്ക് കയറിയതാണ്. ഭയങ്കരമായിട്ട് ടയേർഡായി. ഇപ്പോഴാണ് എല്ലാം കഴുകി തുടച്ച് എടുത്ത് ഞാൻ വെച്ചത്. എല്ലാം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ അത് ഒരു 3-4 മണിക്കൂറാവും. നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ എഡിറ്റിംഗ് ചെയ്ത് മാറ്റിയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കാണിച്ചു തരികയാണ്. ഇപ്പോൾ എല്ലാം ബോട്ടിലൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഫൈനലി ഈ ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യാൻ പോകണം. ഗ്യാസ് അടുപ്പ് എല്ലാ ദിവസവും നമ്മൾ കുക്കിംഗ് കഴിഞ്ഞ ഉടനെ ക്ലീൻ ചെയ്യുമെങ്കിലും അത് ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ അതും കുറച്ച് നന്നായിട്ട് ബാക്ക് സൈഡിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ക്ലീൻ ചെയ്തിടണം. നമ്മൾ എപ്പോഴും അടുപ്പ് യൂസ് ചെയ്യുമ്പോൾ അപ്പം നമുക്ക് അഴുക്കാകാതെ ആ അടുപ്പ് സൂക്ഷിക്കണം. എന്നാലേ നമ്മൾ കിച്ചണിലേറി ജോലി ചെയ്യാൻ പോകുമ്പം ഒരു സന്തോഷം നമുക്കുണ്ടാവുള്ളൂ. പിന്നെ എന്ന് രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ എൻ്റെ കിച്ചൺ പക്കാവ ക്ലീൻ ചെയ്തിട്ടാണ് പോയി കിടന്ന് ഉറങ്ങുന്നത്. കാരണം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കിച്ചണിൽ വന്ന ഒരു കാപ്പിയിട്ട് കുടിക്കുന്ന ആ സന്തോഷം തനിയാണ്. അതുകൊണ്ട് ആരും രാവിലെ ചെയ്യാമെന്ന് പറഞ്ഞ് പാത്രങ്ങളൊക്കെ സിങ്കിലിട്ടിട്ട് പോയി മടിച്ചൊന്നും പോയി കിടക്കല്ലേ. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പം അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി വരികയാണല്ലോ. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ കിച്ചൺ, വീട്, ബെഡ്റൂം എല്ലായിടവും ഡീപ്പ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. കാരണം ഓഫീസിലും സ്കൂളിലുമൊക്കെ പോകാൻ ആരംഭിക്കുമ്പം ഇതൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്കിവിടെ ജോലിക്കൊന്നും ആളില്ല. ഞാൻ തന്നെ എല്ലാ ജോലിയും ചെയ്യും. നമ്മൾ ജോലിക്കാരെ വെച്ചാൽ അവർക്ക് ശമ്പളം കൊടുത്തിട്ട് നമ്മൾ ജോലി ചെയ്യണമെന്നൊരു ഒരുമാതിരി ഒരു നെഗറ്റീവ് ചിന്തകളൊക്കെ നമുക്ക് വരും. അതെന്തിനാണ് വേണ്ട. നമ്മളെ പണി നമ്മൾ തന്നെ ചെയ്യാം. നമുക്ക് എപ്പോൾ കഴിയുന്നോ അപ്പോൾ ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്കൊരു കാര്യമുണ്ട്. ഞാൻ ജോലി ചെയ്യാൻ ഇറങ്ങിയാൽ റെസ്റ്റ് എടുക്കുകയില്ല. ആ ജോലി കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ റെസ്റ്റ് എടുക്കൂ. കാരണം ഞാൻ റെസ്റ്റ് എടുത്താൽ പിന്നെ എഴുന്നേറ്റ് എന്നെ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും കുക്കിങ്ങൊക്കെ രാവിലെ 6 മണി മുതൽ 10 മണിക്കകത്ത് കുക്കിങ്ങൊക്കെ ഞാൻ ഉച്ചയ്ക്കുള്ളതും രാവിലെ ഉള്ളതും പണിയെല്ലാം തീർക്കും. അത് കഴിഞ്ഞ് അരമണിക്കൂർ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാറ്റും. പിന്നെ തുണിയൊക്കെ വാഷിംഗ് മെഷീനിലിടും. അതൊക്കെ പിന്നെ കുളിച്ചതിന് ശേഷം വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ജോലിയാണ്. കുളി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മീനോ മറ്റേ കിച്ചണിലോ പോയി നിൽക്കാൻ എന്നെ കിട്ടുകയില്ല. അപ്പോൾ പിന്നെ കാണാം.